ഈ നയം മാറ്റത്തെ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ് മൗലവിമാർ. ഹാരിസ് ബിൻ സലീമിനെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ്, സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഇവിടെ ഉദ്ധരിക്കുള്ളൂ. അതിലൊരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാം, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവരെ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലും അഗാധമായി വായിക്കാത്ത, പഠിക്കാത്ത ആളുകൾ എന്താ പുതിയ കുറെ പരിപാടികൾ ഇവിടെ പറയണു എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. ഹദീസുകളിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? ഇസ്ലാമിലെ മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രമെന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടന്നെ പാടില്ല എന്നാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50ഉം 60ഉം കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കി പോയതല്ലേ. നിങ്ങളിപ്പോൾ എന്താണ് അതിനെ തിരിച്ച് കൊണ്ടുവരികയാണോ പുതിയതായിട്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഒറ്റപ്പെട്ട ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിപ്പിച്ചും ഭയപ്പെടുത്തിയും സംശയമുണ്ടാക്കിയും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കും. ഞാൻ പറഞ്ഞു, ആയത്തുൽ കുർസി രാത്രി ഓതണം, എല്ലാം നിസ്കാരം കഴിഞ്ഞാൽ ഓതണം. പിശാചിനെ കുറിച്ച് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ നമ്മൾ ഓതണം. രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം ഓതണം. ഇതൊക്കെ ഹദീസുകളിൽ വന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ പിശാചിൽ നിന്നുള്ള രക്ഷ, സർവ്വ ഭയങ്ങളിൽ നിന്നുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഇത്തരം മന്ത്രങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദരി സഹോദരന്മാരെ, അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും അറിയാത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും, ഡോക്ടർമാരെ ചെന്നാൽ പോലും പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല, ഇങ്ങളെ വല്ല ആൾക്കാരുണ്ടാവും, ഇതിൻ്റെ ആൾക്കാർ ഓരോരുത്തർ പോയിക്കോളി എന്ന് പറയും. കേട്ടിക്കണങ്ങൾ അങ്ങനെ പറയും, ഡോക്ടർമാർ പറയും. വലിയ വലിയ ആശുപത്രിയിലത്തെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ വരെ പറയും, ഇത് ഞങ്ങൾ ചികിത്സിച്ചാൽ മാറില്ല, നിങ്ങളെ വല്ല ആൾക്കാരുടെ ഓരോരുത്തർ